Dear students, good morning all. Today we are going to discuss verification of various kinds of assets. Number 1, cash in hand and bank balance. The auditor should visit the business house at the close of the financial period or on the following morning and actually count the cash in hand in one setting and compare it with the balance as shown in the cash book. The auditor can use cash weighing machine to count cash if it has very large cash balance in business. Test checking is also employed if internal check in force in business is efficient. He should count the cash stamp IOU in hand. ഇപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ബാങ്ക് ബാലൻസ് എന്ന് പറയുന്ന ഒരു കറണ്ട് അസറ്റ് ഒരു ഓഡിറ്റർ വെരിഫൈ ചെയ്യുമ്പോൾ ആ ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഫിസിക്കലി ക്യാഷ് കൗണ്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് കൗണ്ട് ചെയ്ത് എത്രമാത്രം രൂപ ബാലൻസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. ടെസ്റ്റ് ചെക്കിംഗ് സിസ്റ്റം വേണമെങ്കിൽ ഫോളോ ചെയ്യാം. അതായത് ആ ഫോമിനകത്ത് ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഓഡിറ്റർക്ക് ടെസ്റ്റ് ചെക്കിങ് ഉപയോഗിക്കാം. ക്യാഷ് വെയിങ് മെഷീൻ വേണമെങ്കിൽ കൗണ്ട് ചെയ്യുന്നതിന് ഉപയോഗിക്കാവുന്നതാണ്. ദെൻ അത് കമ്പയർ ചെയ്യണം. അതായത് ബാലൻസ് ആസ് ഷോൺ ഇൻ ദ ക്യാഷ് ബുക്ക്. അപ്പോൾ ക്യാഷ് ബുക്കിൽ കാണിച്ചിട്ടുള്ള ബാലൻസും ഓഫീസിലെ ടേബിളിനകത്ത് അല്ലെങ്കിൽ കൗണ്ടറിൽ അവൈലബിൾ ആയിട്ടുള്ള ക്യാഷും ഈക്വൽ ആണെന്ന് ഓഡിറ്റർ ചെക്ക് വരുത്തേണ്ടതാണ്, അല്ലെങ്കിൽ അത് ഉറപ്പ് വരുത്തേണ്ടതാണ്. അപ്പോൾ അവിടെയാണ് ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടി ഇൻ കേസ് ഓഫ് cash in hand and bank balance. Second one, cash at bank. To verify cash at bank, the auditor should verify passbook with the cash book and compare it with the bank reconciliation statement. To prevent the fraud of presenting the fictitious passbook, auditor should obtain certificate regarding bank balances. This certificate is compared with the cash book and passbook. If there are more than one bank account such as dividend account, debenture account, etc., all such accounts should be checked and balance should be verified on the same date. ഇപ്പോൾ ക്യാഷ് അറ്റ് ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് ഓഡിറ്റർ വെരിഫൈ ചെയ്യുന്ന സമയം ക്യാഷ് ബുക്കും അതുപോലെ പാസ്ബുക്കും ചെക്ക് ചെയ്യണം. എന്നിട്ട് അത് കമ്പയർ ചെയ്യുക. അത് ആ കമ്പയർ ചെയ്യുന്നത് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് കൂടി ആയിരിക്കണം. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഫിക്റ്റീഷ്യസ് പേയ്മെൻറ്റ്, ഏതെങ്കിലും പേയ്മെൻറ്റ് എക്സ്ട്രാ നടത്തുകയോ അല്ലെങ്കിൽ ക്യാഷ് ബാലൻസ് ഉണ്ടായിട്ട് അത് കാണിക്കാതിരിക്കുകയോ പാസ്ബുക്കിൽ എൻ്റർ ചെയ്യാതിരിക്കുകയോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്തു പോകണം. അത് തിരുത്താൻ ആവശ്യമായുള്ള റെമഡിയൽ മെഷേഴ്സാണ് ഈ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എത്ര അക്കൗണ്ട് ബാങ്കിൻ്റെ പേരിൽ കമ്പനി അല്ലെങ്കിൽ യൂണിറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടോ മുഴുവൻ അക്കൗണ്ടും ഓഡിറ്റ് ചെയ്യേണ്ടത് ഓഡിറ്ററിൻ്റെ ഡ്യൂട്ടിയാണ്. ദെൻ തേർഡ് വൺ, ലോൺസ് ആൻഡ് അഡ്വാൻസ്ഡ്. ഇപ്പോൾ ലോൺസ് അഡ്വാൻസ് ചെയ്യുന്നു. ദെൻ ലോൺസ് അഗെയിൻസ്റ്റ് സെക്യൂരിറ്റി ഓഫ് ഗുഡ്സ്, ലോൺസ് അഗെയിൻസ്റ്റ് സെക്യൂരിറ്റി ഓഫ് ലാൻഡ് ആൻഡ് പ്രോപ്പർട്ടി, ലോൺസ് അഗെയിൻസ്റ്റ് സെക്യൂരിറ്റി ഓഫ് ഷെയർസ് ആൻഡ് സ്റ്റോക്ക്, ലോൺസ് അഗെയിൻസ്റ്റ് പേഴ്സണൽ സെക്യൂരിറ്റി. ഇങ്ങനെ 4 ഓപ്ഷനിലൂടെ ലോൺ നമുക്ക് അഡ്വാൻസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി ഓഫ് ഗുഡ്സിൻ്റെ മേലെ, അതുപോലെ ലാൻഡ് ആൻഡ് പ്രോപ്പർട്ടി, ഷെയർ, സ്റ്റോക്ക്, ദെൻ പേഴ്സണൽ സെക്യൂരിറ്റി. അപ്പോൾ ഈ 4 കേസിലും ഓഡിറ്റർ വളരെ കെയർഫുൾ ആയിരിക്കണം. ദെൻ ലോൺസ് അഗെയിൻസ്റ്റ് സെക്യൂരിറ്റി ഓഫ് ഗുഡ്സ്, ദ ഓഡിറ്റർ ഷുഡ് വെരിഫൈ ദ ലോൺസ് granted against the security of goods the following manner. Number 1, he should examine the loans granted with the help of loan agreement, application for acknowledgement for the loans received, then issued by the borrower. Second one, he should see that loan amount are confirmed by the borrower and loan account in the ledger. ഇപ്പോൾ ഗുഡ്സ് സെക്യൂരിറ്റി ആയി വെച്ചുകൊണ്ട് ലോൺ അഡ്വാൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻസ്മെൻറ്റിനുള്ള അപ്ലിക്കേഷൻ ഫോം അല്ലെങ്കിൽ അതിൻ്റെ അഗ്രിമെൻറ്റ്, ദെൻ ബോറോവറും ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കൺഫർമേഷൻ ലെറ്റർ, ഇതെല്ലാം എന്ത് ചെയ്യണം? ഓഡിറ്റർ വെരിഫൈ ചെയ്യണം. ദെൻ ലോൺസ് അഗെയിൻസ്റ്റ് സെക്യൂരിറ്റി ഓഫ് ലാൻഡ് ആൻഡ് പ്രോപ്പർട്ടി, ദ ഓഡിറ്റർ ഷുഡ് പേ സ്പെഷ്യൽ അറ്റൻഷൻ ടു ദ ഫോളോയിങ് while verifying the loan
against the security of land and property. So he should check up the resolution authorizing loan from directors minutes book. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിക്ക് ലാൻഡ് ആൻഡ് പ്രോപ്പർട്ടി സെക്യൂരിറ്റി ആയിക്കൊണ്ട് ലോൺ ഇഷ്യൂ ചെയ്യുന്നു അല്ലെങ്കിൽ ലോൺ കളക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനീൻ്റെ ഡയറക്ടർ ബോർഡിൻ്റെ മിനിറ്റ്സ് ബുക്കിൽ അതിന് റെസൊല്യൂഷൻ പാസ്സാക്കിയിരിക്കണം. ഹി ഷുഡ് എക്സാമിൻ ദ മോർഗേജ് ഡീഡ്. ഇപ്പോൾ പണയ വസ്തുവിനുള്ള ഡീഡ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കും, അപ്പോൾ ആ ഡീഡ് വെരിഫൈ ചെയ്യണം. He should verify the actual amount of cash paid to the mortgagor on account of loan. ഇപ്പോൾ ലോൺ അക്കൗണ്ടിലേക്ക് എത്ര രൂപയാണ് ക്യാഷ് പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ളത് എന്നുള്ളത് ചെക്ക് ചെയ്യണം. He should determine the adequacy of security offered. ആ നൽകിയിട്ടുള്ള സെക്യൂരിറ്റി നമ്മൾ കൊടുത്തിട്ടുള്ള ക്യാഷിന് ഈക്വൽ ആണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. Then loan against security of shares and stock. The auditor should conduct the examination of loans granted against stock and shares the following methods. The auditor should verify the loan agreement, application, written acknowledgement from borrower regarding the amount of loan on the date of balance sheet. അപ്പോൾ ഒരു ലോണിന് ഇപ്പോൾ സാധാരണ രീതി നമുക്കൊക്കെ അറിയാം, ഒരു അഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഫോം, ദെൻ റിട്ടേൺ അക്നോളജ്മെൻറ്റ്, ഇതെല്ലാം ഉണ്ടാവും. ഇതൊക്കെ എന്ത് ചെയ്യണം? ഓഡിറ്റർ വെരിഫൈ ചെയ്യണം. Then the auditor should obtain the list of such stock shares which have been held as security. അപ്പോൾ അങ്ങനെ ഒരു ഷെയർ അല്ലെങ്കിൽ സ്റ്റോക്ക് ഹോൾഡ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ആയി വെച്ചുകൊണ്ടാണ് ലോൺ സാങ്ഷൻ ആക്കിയതെങ്കിൽ സോ ആ ലിസ്റ്റ് ഓഫ് സ്റ്റോക്ക് ആൻഡ് ഷെയർസ് അതെന്ത് ചെയ്യണം? ഓഡിറ്റർ വെരിഫൈ ചെയ്യണം. ഹി മസ്റ്റ് സീ ദ ഷെയർ ഓഫേർഡ് ആസ് സെക്യൂരിറ്റി ഈസ് ഓഫേർഡ് ടു ഹിസ് ക്ലയൻറ്റ്. ഓക്കെ, ഇപ്പോൾ ക്ലയൻറ്റുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഷെയർ സർട്ടിഫിക്കറ്റ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. ദെൻ ലോൺസ് അഗെയിൻസ്റ്റ് ദ പേഴ്സണൽ സെക്യൂരിറ്റി. When a loan has been granted against personal security of the borrower, the auditor should bear in mind the following points. Number 1, he should examine the loan application, correspondence, loan agreement, etc. Then he should see the loan amount sanctioned and its confirmation by the borrower. He should see that credit worthiness of borrower. Then fourth asset ആണ് bills receivable. The auditor should verify bills receivable book with the bills receivable in hand. The auditor should adopt the following method to verify bills receivable. Number 1, he should get a list of total bills receivable. ഇപ്പോൾ ബിൽസ് റെസീവബിൾ നമുക്കറിയാം ഒരു കറണ്ട് അസറ്റാണ്. അപ്പോൾ നമുക്ക് ബിൽ പേയ്മെൻറ്റ് നടത്തുന്നതിന് അല്ലെങ്കിൽ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്തതിന് റെസീവബിൾ ആയിട്ടുള്ള ബില്ലുകളാണ് ബിൽസ് റെസീവബിൾ എന്ന് പറഞ്ഞത്. സോ ഹി ഷുഡ് ഗെറ്റ് എ ലിസ്റ്റ് ഓഫ് ടോട്ടൽ ബിൽസ് റെസീവബിൾ. അങ്ങനെ എത്ര ബിൽസ് റെസീവബിൾ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ലിസ്റ്റ് എടുക്കണം. ഹി ഷുഡ് സീ ദാറ്റ് ദ ബിൽസ് ആർ പ്രോപ്പർലി ഡ്രോൺ ആക്സെപ്റ്റഡ്. അപ്പോൾ ആ ബില്ല് നമ്മൾ ഡ്രോ ചെയ്തു, അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വെരിഫൈ ചെയ്തിരിക്കണം. He should see that the bills are subsequently matured and met. The entries for cash receipt are checked with the cash book. അപ്പോൾ ബില്ലിൻ്റെ മെച്യൂരിറ്റി ഡേറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ മെച്യൂരിറ്റി ഡേറ്റ് ആയതാണെന്നും ക്യാഷ് വന്നിട്ടുണ്ടെന്നും ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഉറപ്പുവരുത്തണം. Then the auditor should enquire from the bank regarding the bills sent for collection. അപ്പോൾ ആ ബില്ല് കളക്ഷന് വേണ്ടിയിട്ട് സെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഓഡിറ്റർ ഉറപ്പുവരുത്തേണ്ടതാണ്. Then fifth asset, debtors. Regarding book debts, the auditor should get a list of debtors duly certified by responsible officers of the company. The auditor should see that debts shown in the balance sheet are good and recoverable. ഇപ്പോൾ ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കടക്കാർക്ക് നമ്മൾ പൈസ കിട്ടാനുള്ളതാണ് ഫേമിനെ സംബന്ധിച്ചിടത്തോളം. സോ അത്തരത്തിലുള്ള ഡെറ്റ്സ് അത് ഗുഡാണെന്നും റിക്കവറബിൾ ആണെന്നും ഓഡിറ്റർ ഉറപ്പുവരുത്തണം. അപ്പോൾ ഗുഡ് അല്ലാത്തതാണെന്ത് ബാഡ് ഡെറ്റ്സ് ആയിട്ട് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യേണ്ടി വരാം. അപ്പോൾ ഡെറ്റേഴ്സിൻ്റെ ടോട്ടൽ ലിസ്റ്റ് എടുക്കുന്നു, അതിൽ ആ ഉള്ള എമൗണ്ട് എല്ലാം ഗുഡാണെന്നും റിക്കവറബിൾ ആണെന്നും എൻഷുർ ചെയ്യണം. ഇഫ് ദേ ആർ ഡൗട്ട്ഫുൾ ആഡ്വക്കേറ്റ് പ്രൊവിഷൻ ഷാൽ ബി പ്രൊവൈഡഡ് ഫോർ. അതിലേതെങ്കിലും ഡൗട്ട്ഫുൾ ആണെങ്കിൽ, ഈ ഡെറ്റ്സ് ഏതെങ്കിലും ഡൗട്ട്ഫുൾ ആണെങ്കിൽ അതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള പ്രൊവിഷന് ക്രിയേറ്റ് ചെയ്തിരിക്കണം. Then if he does not pay much attention to bad and doubtful and its provision, the auditor will held guilty of negligence for the failure to report the bad debts and time barred debts.
ഓക്കെ, അപ്പോൾ അങ്ങനെ ബാഡ് ഡെറ്റ്സ് ഉണ്ടെങ്കിൽ അതിന് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യണം. പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അത് അത്തരത്തിലുള്ള ബാഡ് ഡെറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയിലുണ്ടായ നെഗ്ലിജൻസ് ആയിട്ടാണ് അതിനെ ട്രീറ്റ് ചെയ്ത് പോവുക. ഓക്കെ, then while conducting the verification of book debts, an auditor may undertake the following points. He should obtain the duly certified list of debtors. ഡെറ്റേഴ്സിൻ്റെ ടോട്ടൽ ലിസ്റ്റ് കളക്ട് ചെയ്യുന്നു. ഹി ഷുഡ് സ്ക്രൂട്ടിനൈസ് ദ അക്യുറസി ഓഫ് ഡെറ്റേഴ്സ് ലിസ്റ്റ്. ഇപ്പോൾ ഡെറ്റേഴ്സിൻ്റെ ഇപ്പോൾ എത്ര കാലാവധിയായ ഡെറ്റേഴ്സാണ്, കുറേ കാലമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടും അടക്കാത്തതാണോ, എത്ര കാലാവധിക്കുള്ളിലാണ് അയാൾ ഡെറ്റേഴ്സ് ആയത് എന്നുള്ളത് എല്ലാം വെരിഫൈ ചെയ്യണം. He should verify the actual existence of debtors with a confirmation letter of statement of account directly received from debtors. Then auditor should pay special attention to those balances for which confirmation are not available. അപ്പോൾ അങ്ങനെ ഒരു കൺഫർമേഷൻ വല്ലതും ഉണ്ടെങ്കിൽ ആ കൺഫർമേഷനൊക്കെ വെരിഫൈ ചെയ്യണം. സെയിൽസ് ലെഡ്ജർ ബാലൻസ് ഷുഡ് ബി ചെക്ക്ഡ് വിത്ത് ഡെറ്റേഴ്സ് ലെഡ്ജർ. ദെൻ സിക്സ്ത് വൺ, സ്റ്റോക്ക് ഇൻ ട്രേഡ്. Stock in trade is considered as an important current asset of a business firm. It is the auditor's duty to satisfy himself the existence business of stock and its correct valuation. The auditor should also see the stocks are properly recorded, both the goods inward and goods outward. A good internal check in operation in regards to stock will minimize the possibility of fraud and error. Stock in trade has a great impact on profit and loss account. The overvaluation and undervaluation of stock will lead to misleading result. Therefore, the auditor should take necessary precaution in verifying stock. Stock in trade or inventory ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്ന ഇവൻറ്റ് വെരിഫൈ ചെയ്യുന്ന ഒരു കറണ്ട് അസറ്റാണ്. അത് വെരിഫൈ ചെയ്യുന്നിടത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കേണ്ടി വരും ഓഡിറ്റർ എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ ഒരു ടീം. അപ്പോൾ അതിൻ്റെ വാല്യുവേഷൻ നടത്തുന്നു അല്ലെങ്കിൽ അതിൻ്റെ വെരിഫിക്കേഷൻ നടത്തുന്നു എന്ന് പറഞ്ഞാൽ പക്ഷേ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇവൻ്റാണ്. ഇപ്പോൾ റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞ സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്ന് പറയുന്നത് 3 തരത്തിലുണ്ടാവും. അതായത് റോ മെറ്റീരിയൽസ് എന്ന് പറയാം, അതും സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിരിക്കും. വർക്കിംഗ് പ്രോഗ്രസ്, അതായത് സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, അതും സ്റ്റോക്ക് ഉണ്ടാവും. ദെൻ ഫിനിഷ്ഡ് ഗുഡ്സും സ്റ്റോക്ക് ഉണ്ടാവും. അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്, വെരിഫൈ ചെയ്ത് പോകേണ്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഇൻവെസ്റ്റ്മെൻറ്റ്സ്. Investments include shares and stock, debenture, government bond, security and bearer bond, etc. If such investment is large, a schedule of investment should be maintained by the company. It gives all the details of the investment. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഷെയറിൽ, ഡിബഞ്ചറിൽ, ഗവൺമെൻറ് ബോണ്ടിൽ, ദെൻ എനി അതർ സെക്യൂരിറ്റി, ഇങ്ങനെ കമ്പനി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ അവൈലബിൾ ആയിരിക്കും. സോ ഓഡിറ്റർ എന്ത് ചെയ്യണം, ആ ലിസ്റ്റ് ക്ലയൻറ്റിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ട് വെരിഫൈ ചെയ്യണം. The auditor should obtain the certified list of all investment, whether in hand, pledged or given as security. ഇപ്പോൾ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് ലോൺ എടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്ലഡ്ജ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ തന്നെ അതിൻ്റെ സർട്ടിഫിക്കറ്റ് അവൈലബിൾ ആണെങ്കിൽ അതിൻ്റെ എല്ലാം ലിസ്റ്റും എന്ത് ചെയ്യണം, ഓഡിറ്റർ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ദെൻ 8th one, freehold property. The freehold property refers to land and building which are absolutely the property of the client. It is free from any charge and title deeds are also genuine. ഓക്കെ, ഇപ്പോൾ ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒരു ഇവൻറ്റിനും ജാമ്യം നിൽക്കാതെ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ആവാതെ ഒരു തരത്തിലും അതിൻ്റെ മേലെ ചാർജ് ഇല്ലാതെ നിൽക്കുന്നതിനെയാണ് നമ്മൾ ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ദെൻ എസ്പെഷ്യലി ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. സോ അപ്പോൾ അങ്ങനെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറയുന്ന കമ്പനിയുടെ ഐറ്റംസ് യാതൊരു വിധത്തിലുള്ള സെക്യൂരിറ്റി ആയിട്ടും യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഓഡിറ്റർ ഉറപ്പുവരുത്തണം. സോ ആ ഒരു അസറ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി അക്വയർ ചെയ്തതിനുള്ള ടൈറ്റിൽ ഡീഡ് അവരുടെ കയ്യിൽ വശം ഉണ്ടായിരിക്കും. അപ്പോൾ ആ ടൈറ്റിൽ ഡീഡ് ജെന്യൂൻ ആണ് എന്നുള്ളതും ഓഡിറ്റർ ഉറപ്പുവരുത്തേണ്ടതാണ്. ദെൻ 9th point, leasehold property. Leasehold property means land and building acquired by a business for a fixed period on lease. The auditor should verify the leasehold property by examining the original lease deed. He should examine lease deed to ascertain the cost of the leasehold property
and the terms and condition of the lease and its duration. If conditions are not fulfilled, the lease is likely to be forfeited. ഇപ്പോൾ ലീസ് ഹോൾഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഐറ്റം അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു അസറ്റ് നമ്മൾ ലീസിന് ടേക്ക് ഓവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ലീസിന് ടേക്ക് ഓവർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാക്കിയുള്ള എഗ്രിമെൻറ്റ്, ദെൻ എത്ര പീരിയഡിലേക്കാണ്, അതിൻ്റെ ഒറിജിനൽ വാല്യൂ എത്രയാണ്, ലീസ് ഡീഡ് അവൈലബിൾ ആണോ, ഇതൊക്കെ എന്ത് ചെയ്യണം, ഓഡിറ്റർ വെരിഫൈ ചെയ്യേണ്ടതാണ്. ദെൻ 10th one, plant and machinery. Plant and machinery is treated as fixed assets. നമുക്കൊക്കെ അറിയാം, ഒരു കമ്പനിയിലെ പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റ് ആണ് ട്രീറ്റ് ചെയ്യുന്നത്. The amount spent on the acquisition of plant and machinery is shown in one account, that is plant and machinery account. Big concerns provide separate register for plant and machinery, that is plant register. It gives details of various pieces of machinery, its cost, provision for depreciation, etc. This register will helps to an auditor in deciding whether provision for depreciation is adequate or not. അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറിനെ അക്വയർ ചെയ്യുന്നതിന് ഇൻസ്റ്റലേഷന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ വാല്യൂ എത്ര, ഇൻസ്റ്റലേഷൻ ചാർജ് എത്ര, അതിന് ഡെപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് എത്ര പെർസെൻറ്റേജിലാണ്, ഇയർ ബൈ ഇയറിൽ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നുണ്ടോ, ആഫ്റ്റർ ഡിപ്രീസിയേറ്റഡ് എമൗണ്ട് ആണോ ബാലൻസ് ഷീറ്റിൽ കാണിച്ചിട്ടുള്ളത്, ഇതൊക്കെ എന്ത് ചെയ്യാനുണ്ട്, ഓഡിറ്റർ വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇപ്പോൾ പ്ലാന്റ് സെപ്പറേറ്റ് രജിസ്റ്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ടോ, ആ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്തിട്ടുള്ളത്, ഇതെല്ലാം എന്ത് ചെയ്യണം, ഓഡിറ്റർ വെരിഫൈ ചെയ്യേണ്ടതാണ്. ദെൻ 11th one, furniture, fixtures and fittings. These are grouped into one asset. Auditor should verify the balance of asset as well as additions to thereto by comparing the original invoices with the furniture stock register. Repair to the furniture are to be debited in the profit and loss account. In the case of sale of old furniture, the sale procedure have to be credited to furniture account. The profit or loss such sale is to be properly recorded. The furniture and fittings are to be valued at costless depreciation. ഇപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറിയെ കമ്പയർ ചെയ്യുമ്പോൾ തന്നെയാണ് ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സിൻ്റെ വാല്യൂ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഫിക്സഡ് അസറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുന്നതിനുണ്ടായിട്ടുള്ള വാല്യൂ, അതിൻ്റെ റിപ്പയർ ചാർജ് ഉണ്ടെങ്കിൽ റിപ്പയർ ചാർജ്, ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ എഫക്റ്റ് ചെയ്യും. ഓൾഡ് ഫർണിച്ചർ സെയിൽ ചെയ്യും. അപ്പോൾ ആ ഓൾഡ് ഫർണിച്ചർ സെയിൽ ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, ദെൻ എങ്ങനെയാണ് വന്നിട്ടുള്ളത്, ആ എമൗണ്ട് ഏത് അക്കൗണ്ടിലാണ് റെക്കോർഡ് ചെയ്ത് പോയിട്ടുള്ളതെന്ന് കൂടി ഓഡിറ്റർ വെരിഫൈ ചെയ്യണം. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടത് ആഫ്റ്റർ ഡിപ്രീസിയേറ്റഡ് വാല്യൂ ആയിരിക്കണം. 12th one, motor vehicles. The auditor should assure that the vehicles are registered in the name of the client. Auditor should get a schedule of all motor vehicle owned by the company together with the registration book, ഇൻഷുറൻസ് പോളിസി ആൻഡ് റോഡ് ടാക്സ് റെസീറ്റ് എക്സെട്ര. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, നമ്മളൊരു വെഹിക്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിനുള്ള ടാക്സ് പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്, അതിൻ്റെ രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ളത്, അതായത് അതിൻ്റെ RC ബുക്ക്. അപ്പോൾ RC ബുക്കിലെ ഓണർ ആരായിരിക്കണം, കമ്പനി ആയിരിക്കണം. ദെൻ അതിൻ്റെ ഇൻഷുറൻസ്, ഏത് വെഹിക്കിളിനും ഒരു ഇൻഷുറൻസ് ആവശ്യമാണല്ലോ. അപ്പോൾ ടാക്സ് അടച്ചതിൻ്റെ, ഇൻഷുറൻസ് അടച്ചതിൻ്റെ, രജിസ്ട്രേഷൻ എടുത്തതിൻ്റെ, ഇതിൻ്റെ ഒക്കെ എന്തുണ്ടാവും, ഒറിജിനൽ കോപ്പി എടുത്തിട്ട് വെരിഫൈ ചെയ്യണം. അപ്പോൾ എത്ര നമ്പർ ഓഫ് അസറ്റ്സ് ഇതുപോലെ മോട്ടോർ വെഹിക്കിൾ ഐറ്റമായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ ക്യാപിറ്റൽ ഐറ്റമായിട്ടാണ് ട്രീറ്റ് ചെയ്ത് പോവുക. He should see that adequate depreciation is provided for motor vehicles. The maintenance of the vehicles and yearly renewal fees are to be charged to revenue account. Okay, അപ്പോൾ റവന്യൂ എക്സ്പെൻസ് ആയിട്ടാണ് ഇതിൻ്റെ മെയിൻ്റനൻസ് ചാർജ് ട്രീറ്റ് ചെയ്ത് പോകുന്നത്. Then 13th one, patent and trademarks. Patent and trademarks are registered in the name of the client and the government which issue the certificate for the same. A patent right lasts only 16 years unless it is extended. Patent are secured in 2 ways. അപ്പോൾ നമുക്കറിയാം, പാറ്റൻറ്റ് സെക്യൂർ ചെയ്യുന്ന 2 വഴികളാണ്. ഒരു കമ്പനിയുടെ അവകാശമാണ് പാറ്റൻറ്റ് എന്ന് പറയുന്നത്, ഗവൺമെൻറ് ആണ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പാറ്റൻറ്റ് റൈറ്റ് കമ്പനിക്ക് കിട്ടിയിട്ടുണ്ടോ, കമ്പനീൻ്റെ ട്രേഡ് മാർക്സ്, രജിസ്റ്റേർഡ് ബ്രാൻഡ് നെയിമിനെയാണ്
ട്രേഡ് മാർക്ക് എന്നറിയപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ട്രേഡ് മാർക്സ് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കും. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യണം. ദെൻ പാറ്റൻറ്റ് അക്വയർ ചെയ്യുന്ന രണ്ട് വഴികൾ, ഒന്ന് ബൈ പർച്ചേസ്, സെക്കൻഡ് വൺ ബൈ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. The amount spent for obtaining the right is to be capitalized and debited to patent account. The auditor should verify the purchase agreement. Then by research and development, if the patent are designed by the company itself through its research and development wing, the research expenditure would be capitalized on patent account. Trademarks and design should be shown separately from patent. The renewal fee is to be paid every year and such expenditure is to be debited to profit and loss account. Okay. Then 14th one, copyright. It is the sole right to produce or reproduce a book or an article. The duration of first owner copyright is the lifetime of the author and the 50 years after his death. Auditor should verify copyright agreement between the auditor and the publisher. അപ്പോൾ അങ്ങനെ ഒരു കോപ്പിറൈറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കോപ്പിറൈറ്റിൻ്റെ അവകാശവും അല്ലെങ്കിൽ ആ ഒരു കോപ്പിറൈറ്റും പബ്ലിഷറും തമ്മിലുള്ള അഗ്രിമെൻറ്റ്, അപ്പോൾ അങ്ങനെ കമ്പനി പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു അഗ്രിമെൻറ്റ് എന്ത് ചെയ്യണം, കമ്പനി വെരിഫൈ ചെയ്യണം. ഇഫ് എ ബിസിനസ് ഹോൾഡ് എ ലാർജ് നമ്പർ ഓഫ് കോപ്പീസ്, ദ ഓഡിറ്റർ വുഡ് ഒബ്റ്റെയിൻ ദ ഷെഡ്യൂൾ ഓഫ് കോപ്പിറൈറ്റ് ആൻഡ് ഷുഡ് വെരിഫൈ ദം വിത്ത് ദ അഗ്രിമെൻറ്റ്. അപ്പോൾ ഒന്നിലധികം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഓരോന്നും സെപ്പറേറ്റ്ലി എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്ത് പോകേണ്ടതുണ്ട് കോപ്പിറൈറ്റിൻ്റെ കേസ്. 15th one, goodwill. Goodwill is an intangible asset. It has no physical existence or form. It represents the value of a reputation of the business. Goodwill arises only when a firm is in excess of normal profit. നമുക്കറിയാം, പ്രോഫിറ്റിൻ്റെ വോളിയം കൂടുന്നതിനനുസരിച്ച് കൊണ്ടാണ് ഒരു ഫേമിന് എന്തുണ്ടാവുക, ഗുഡ്വില്ല് ജനറേറ്റ് ചെയ്ത് പോവുക. Goodwill appear in the balance sheet of the company because it is actually purchased or company is observed by the firm. Then the auditor should verify the purchases agreement to ascertain the value of goodwill. 16th one, loose tools. Loose tools are small tools used in the manufacturing process. It consists of a small tool, spanner, hammer, screw, etc. They are purchased or manufactured and of a small value. Many companies treat it as an expense and not an asset. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ എന്താ പറയുക, മെഷീനറീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ടൂൾസ് അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് എന്ന് ട്രീറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു സ്പാനർ അല്ലെങ്കിൽ ഒരു ഹാമർ അല്ലെങ്കിൽ ഒരു സ്ക്രൂ, അങ്ങനത്തെ ഐറ്റംസൊക്കെ എന്താണ്, അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല, അതൊരു എക്യുപ്മെൻ്റ് ആയിട്ടാണ് അല്ലെങ്കിൽ ഒരു ടൂളായിട്ടാണ് ട്രീറ്റ് ചെയ്ത് പോകുന്നത്. സോ ദ ഓഡിറ്റർ ഷുഡ് ഒബ്റ്റെയിൻ ദ ലൂസ് ടൂൾസ് രജിസ്റ്റർ and examine the receipt of issue of loose tools. If they are produced, the auditor should see the cost price certified by the chief engineer or work manager. 17th one, livestock. Besides plant and machinery, land and building, motor vehicle, certain animals like horse, bullock, cow, etc. are maintained for transportation of goods. ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾ, അതുപോലെ പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഇങ്ങനെ പറയുന്ന ഫിക്സഡ് അസറ്റ്സിൻ്റെ നേച്ചറിലുള്ള ആനിമൽസിൽ ഉപയോഗിക്കാറുണ്ട് കമ്പനീസ്. അതായത് ഹോഴ്സ്, ബുള്ളോക്ക്, കൗ, ഇങ്ങനെയുള്ള സാധനങ്ങൾ. അതായത് ഗുഡ്സ് ട്രാൻസാക്ട് ചെയ്യുന്നതിനൊക്കെ കുറഞ്ഞ ദൂരങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിലുള്ള ആനിമൽസിനെ യൂസ് ചെയ്യുന്നുണ്ട്. സോ യൂഷ്വലി എ സെപ്പറേറ്റ് രജിസ്റ്റർ ഈസ് മെയിൻറ്റെയിൻഡ് ബൈ the firm to record the details of all animals regarding their cost, life, etc. Here, for verification of these assets, that means these animals, a schedule of livestock should be obtained duly signed by the responsible official or by the veterinarian. He should compare the livestock register with the schedule. അപ്പോൾ അവിടെ ഓഡിറ്റർ ഒരു വെറ്റിനറി ഡോക്ടർ, ഒരു സർജൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റും ദെൻ ഇവിടെ കമ്പനിയിൽ കീപ്പ് ചെയ്തിട്ടുള്ള ലൈഫ് സ്റ്റോക്കിൻ്റെ രജിസ്റ്ററും തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ട് ഫിസിക്കലി അവൈലബിൾ ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതുപോലെ അതിൻ്റെ വാല്യൂസും അനലൈസ് ചെയ്ത് പോകേണ്ടതുണ്ട്.